അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഉണ്ടാവും ഓട്ടവും കാര്യങ്ങളും. ഇപ്പോൾ രാത്രി 2 മണിയായി. ചെറിയൊരു പർച്ചേസിങ്ങിന് വന്നതാണ്. റമദാൻ ആയതുകൊണ്ട് പകൽ ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാത്രി പർച്ചേസിങ്ങിന് വന്നതാണ്. രാത്രി പിന്നെ സൗദി അറേബ്യയിലെ ഒരുവിധം അറബ് കൺട്രീസിലൊക്കെ രാത്രി ആയിരിക്കും പർച്ചേസിങ് കാര്യങ്ങൾ. പർച്ചേസിങ് കഴിഞ്ഞ് റൂമിലെത്തി അത്താഴത്തിനുള്ള ടൈമായി. അപ്പോൾ അത്താഴത്തിനുള്ള ഫുഡ് ഇതാണ്. ഞാൻ മെസ്സിലാണ് ഞാനുള്ളത്. റൂമിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കലില്ല. അതുകൊണ്ട് തന്നെ ചോറ്, പപ്പടം, ചിക്കൻ പൊരിച്ചത്, ഉപ്പേരി, അച്ചാർ, പിന്നെ സാമ്പാറുണ്ട്, വേറെന്തോ ഒരു കറിയുണ്ട്, ചിക്കൻ്റെ കറിയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ അത്താഴത്തിന്. അപ്പോൾ അതിന് സുബഹി ബാങ്ക് കൊടുത്തു. അങ്ങനെ നേരെ സുബഹിസ്കരിച്ചാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി സുബഹിസ്കാരൊക്കെ കഴിഞ്ഞു. കുറച്ചു നേരം കിടന്നുറങ്ങി. 8 മണിക്കൊരു ഓട്ടം ഉണ്ട്, അതിന് വേണ്ടി എണീറ്റു. മാഡത്തിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് പോയി എടുത്തുകൊണ്ടിരണം. ഡോക്ടറാണ്. അങ്ങനെ നേരെ വെച്ച് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക്. നോമ്പായതുകൊണ്ട് തന്നെ റോഡ് മൊത്തം കാര്യമാണ്. നല്ല സുന്ദരമായ അന്തരീക്ഷം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മാഡത്തിനിട്ട് വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ലോറാൻ കൊടുത്ത് ലോറസ്കരിച്ചാൻ വേണ്ടി പള്ളിയിൽ പോയി ലോറസ്കരിച്ച് അങ്ങനെ പള്ളിയിലിരുന്ന് കുറച്ച് നേരം ഓതി പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഈത്തപ്പഴ കച്ചവടക്കാരനെ കണ്ട്. അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിപ്പറ്റിരുന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈത്തപ്പഴം വേങ്ങിയതൊന്നുമില്ല, റൂമിൽ ഇഷ്ടംപോലെ ഈത്തപ്പഴം ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ അസറാൻ കൊടുത്ത് അസരസ്കരിച്ച് കണ്ട് പുറത്തിറങ്ങി കുറച്ച് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ വേങ്ങാച്ചിട്ട് ഇങ്ങനെ വന്ന്. അങ്ങനെ പൊരിക്കടി റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നല്ലാതെ പൊരിക്കടി വേങ്ങിയില്ല. പൊരിക്കടിനോടൊക്കെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ പൊരിക്കടി വേങ്ങിയില്ല. അങ്ങനെ നമ്മളെ വല്യണ്ടിൻ്റെ ടയർ ചെറുതായിട്ട് പഞ്ചറുണ്ട്. അപ്പോൾ അത് അടക്കാമെന്ന് വിചാരിച്ച്, പഞ്ചർ റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അതിന് മുമ്പ് നമ്മളെ വല്യവണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച്, അതൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വലിയ വണ്ടിൻ്റെ ചാവി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ വണ്ടീൻ്റെ ഉള്ളിൽ പോയി. ചെറിയ വണ്ടിയിൽ നിന്ന് ചാവി എടുത്ത് വിടുന്നു. ചെറിയ വണ്ടിയിൽ നിന്ന് ചാവി എടുത്ത് വിടുന്നതിന് ശേഷം നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു 5 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിലിട്ട്. ഇതാണ് നമ്മളെ വലിയ വണ്ടീൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ വരുന്നത്. ടൊയോട്ടൻ്റെ സെക്യൂരിറ്റി എന്നുള്ളൊരു വണ്ടിയാണ്. 8 സിലിണ്ടർ വണ്ടിയാണ്. ഇത് ലോങ് ട്രിപ്പൊക്കെ പോകാൻ ഇതാണ് ഉപയോഗിക്കൽ. നല്ല പവറുള്ള വണ്ടിയാണ്. ആക്സിലേറ്റർ കൊണ്ട് കൊടുത്താൽ മതി, വണ്ടി എത്തേണ്ടടുത്ത് എത്തും. നമുക്കിനി വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. വർക്ക്ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പഞ്ചർ കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോകാം. അങ്ങനെ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി. വർക്ക്ഷോപ്പിൽ വണ്ടി ടയർ അയക്കേണ്ട സ്ഥിതിയാണ്. ടയർ അയച്ചു. അങ്ങനെ ടയർ അയച്ച് വണ്ടീൻ്റെ ടയറിൻ്റെ ഈ നിപ്പിളാണ് കംപ്ലൈൻറ്റ്. നിപ്പിൾ മാറ്റി. അങ്ങനെ മാഡം വിളിച്ച് കണ്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട് പറഞ്ഞ് പർച്ചേസിങ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്ത് തന്നു. അങ്ങനെ കുറച്ച് 5 കിലോ പഞ്ചസാര, പാൽപ്പൊടി കാര്യങ്ങൾ, അങ്ങനെ ചില്ലറ കാര്യങ്ങളൊക്കെ അതൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ മാസത്തെ മെസ്സിലെ പൈസ കൊടുക്കാണ്ടായിന്. അപ്പോൾ മെസ്സിലെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ATM നിന്ന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ATM കൂട്ടി. ATM അടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് നടന്നു പോയത്. അങ്ങനെ നേരെ അറബ് നാഷണൽ ബാങ്കിൻ്റെ ATM പോയി പൈസ എടുത്തു. അങ്ങനെ ATM നിന്ന് പൈസ എടുത്തുകൊണ്ട് റൂമിൽ വന്ന് നോമ്പറക്കാനുള്ള ടൈമായി. നോമ്പറക്കാൻ മാഡം വിളിച്ചിക്കാണ്ട് പറഞ്ഞ ലിഫ്റ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ തലേന്ന് ഫുഡ് തന്ന പ്ലേറ്റ് ഇട്ട് ഞാൻ നേരെ ലിഫ്റ്റിലേക്ക് പോയി. ലിഫ്റ്റ് ഓപ്പൺ ആക്കി അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നോമ്പറക്കാനുള്ള ഫുഡും കാര്യങ്ങളും വീട്ടിൽ നിന്ന് തരും അവർ. ഇതൊക്കെയാണ് അവർ തന്ന ഫുഡ്. ഇതിലെന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഒരു സൂപ്പുണ്ട്, പിന്നെ ആ വൈറ്റും ബ്ലാക്കും കാര്യങ്ങളും അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, അത് മധുരമാണ്. അപ്പോൾ ഞാനത് കഴിക്കലില്ല. അത് പായസം പോലൊരു സാധനം. പിന്നെ സമൂസ ഉണ്ട്, ഷവർമ ഉണ്ട്, പിന്നെ ഒരു തടിച്ചൊരു ബണ്ണ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ച് നോമ്പറന്ന് മരുവിസ്കരിച്ച് അങ്ങനെ വണ്ടി ഒന്ന് കഴുകിയിട്ട്, റമദാൻ മാസമായതുകൊണ്ട് രാത്രി ആണ് ഓട്ടവും കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഉള്ളത്. പകൽ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഓട്ടത്തിനുള്ള പരിപാടി നോക്കി ഓട്ടം പോകണം. അപ്പോൾ ഇതാണ് നോമ്പിന് ഒരു ദിവസത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മളത്. അപ്പോൾ ഇതൊക്കെയാണ് റമദാൻ മാസത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ.